മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. ഇത് നമുക്കറിയാം, യോസേപ്പ് പിതാവിന് ദൈവത്തിൻ്റെ ദൂതൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന അവസരമാണ്. യോസേപ്പ് പിതാവ് പലതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം എന്തിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. മാതാവിനെ ഉപേക്ഷിക്കണം, പക്ഷേ അപമാനിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ എങ്ങനെ ഉപേക്ഷിക്കണം ഇതിനെക്കുറിച്ച് പലതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതന് സ്വപ്നത്തിൽ യോസേപ്പ് പിതാവിന് പ്രത്യക്ഷപ്പെട്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല സാഹചര്യത്തിൽ നമ്മൾ പലതും ആലോചിച്ച് കൂട്ടുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്, നാളെ എന്ത് ചെയ്യേണ്ടത്. പല ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഒത്തിരിയേറെ കടന്നു പോകുമ്പോൾ പലതും നമ്മൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ആലോചന എവിടെ നിർത്തുന്നോ അവിടെ ദൈവം ആലോചിച്ച് തുടങ്ങും നമ്മളെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നിർത്തുക. നമ്മളൊക്കെ ഒത്തിരിയേറെ ആലോചിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു, ഈ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുന്നു, ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒന്നും ഓരോരിടത്തും എത്തിച്ചേരാൻ സാധിക്കത്തില്ല. പക്ഷേ ആ ആലോചന നമ്മൾ എപ്പോൾ നിർത്തുന്നോ അപ്പം ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അതാണ് യോസേപ്പ് പിതാവിൻ്റെ ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് തന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ സഹനം എൻ്റെ ജീവിതത്തിൽ വരുന്നതെന്ന് നമുക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. നമ്മൾ ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് ആലോചന നിർത്താം. എന്തുകൊണ്ടാണ് ഈ സഹനം വരുന്നത് നമുക്ക് ആലോചന നിർത്താം. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.